അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇൻഡോർ പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു വളർത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് കൊണ്ടൊക്കെയാണ് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാന്റ്സ് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിന്റെ പേരാണ് ഫിലോഡെൻഡ്രോൺ ഗോസ്റ്റ്. അപ്പം ഗോസ്റ്റ് ആയതുകൊണ്ടാണോ ഇഷ്ടമൊന്നുമല്ല, അതിന്റെ പേരൊരു കൗതുകമുള്ള പേരാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതെന്താ ഗോസ്റ്റ് എന്ന് പേര് വരാൻ കാരണം. അപ്പം ഇതിനെ ഇങ്ങനെ കണ്ടോ, ഇത് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു ഇതില് ഇങ്ങനെ ഒരു വൈറ്റ് കളറിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു വൈറ്റ് കളറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ജസ്റ്റ് ഒരു പെയിൽ യെല്ലോ, പിന്നെ ഗ്രീൻ, പിന്നെ ഡാർക്ക് ഗ്രീൻ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചേഞ്ച്. അപ്പം ഈ ഒരു വൈറ്റ് കളർ വരുന്നതുകൊണ്ട്, ഭയങ്കര പ്യുവർ വൈറ്റ് ഒന്നും അല്ല കേട്ടോ, വൈറ്റ് കളർ വരുന്നതുകൊണ്ടാണ് പോലും വൈറ്റ് എന്ന് വരുന്നതുകൊണ്ട് തന്നെ ഗോസ്റ്റ് എന്ന് ജസ്റ്റ് പേര് പറഞ്ഞു. പിന്നെ ഇതൊരു സ്ട്രെച്ചഡ് ഹാൻഡിന്റെ ഷേപ്പാണ് ഇതിന്റെ ലീഫ്. ഇത് കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് കേട്ടോ ഈ പ്ലാന്റ് ഉള്ളത്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. നമുക്കിതിനെ വേണമെങ്കിൽ ഒരു ക്ലൈംബറായിട്ട് വളർത്തണമെങ്കിൽ ക്ലൈംബറായിട്ട് വളർത്താം, അതല്ലെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പം ക്ലൈംബറായിട്ട് നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. ഒരു മോൺസ്റ്ററൈഡ് എന്നും പോലെ അങ്ങനെ പടർന്ന് പിടിച്ച് പോകുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ഒന്നല്ല. പക്ഷെ ഗ്രാജുവലി ഇത് വളർന്നു വരും. അത്ര ഹൈറ്റിൽ വളരില്ലെങ്കിലും നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഈസിയാണ്. കട്ട് ചെയ്ത് കുഴിച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഹെവി സൺലൈറ്റ് പാടില്ല എന്നേ ഉള്ളൂ. നട്ടുച്ച നേരത്ത് നല്ല ഷെയ്ഡൊന്നും ഇല്ലാത്ത സ്ഥലത്തൊന്നും കൊണ്ടുവയ്ക്കരുതെന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നോർമൽ ഷെയ്ഡിൽ വെക്കാം, നോർമൽ സൺലൈറ്റിലും ഇത് വെക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫിലോഡെൻഡ്രോൺ ഗോസ്റ്റ്. ഇതാണ് ഫിലോഡെൻഡ്രോൺ ഗോൾഡൻ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് വേറെ പ്രത്യേകിച്ച് സ്റ്റമ്പ് ഉണ്ടാവില്ല. നമ്മൾ കാണുമ്പോൾ ഇത് നമ്മുടെ ഈ ഒരു റൂട്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ജസ്റ്റ് വന്നിട്ട് അതിലേക്ക് ലീഫ് വരുന്നത്, അത് ഭയങ്കരമായിട്ട് സ്റ്റമ്പ് പോകുന്ന ഒരു ഇതൊന്നും അതിനില്ല. നമുക്കൊരു നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. കണ്ടോ ഇതിന്റെ ലീഫ് കണ്ടോ, ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ഇതിന്റെ ലീഫ് വരുന്നതുകൊണ്ടാണ് ഇതിനെ ഫിലോഡെൻഡ്രോൺ ഗോൾഡൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത, ഇതിന് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, ചീഞ്ഞു പോകും. കാരണം ഇതിന്റെ തണ്ടൊക്കെ ഫ്രജൈലാണ്. കുറേ കഴിയുമ്പം ഇതിന്റെ തണ്ട് ഗ്രാജുവലി ഇങ്ങനെ പോവുക ചെയ്യുക. ഇങ്ങനെ അതിൻ്റെ ഉള്ളിലെ ഇതൊക്കെ പോയിട്ട് ഫ്ലഷ് ഒക്കെ പോയിട്ട് അതിങ്ങനെ കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അത് താഴെ അതുപോലെ തന്നെ പുതിയ തണ്ടുകൾ വരുന്നത് കണ്ടോ, നിങ്ങൾക്ക് കാണുന്നില്ല കറക്റ്റായിട്ട്. ഇങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. ഇതിൻ്റെ തന്നെ വേറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കളർ ചേഞ്ച് ആയിട്ട് വരുന്നതും ഒരു നല്ല ഡാർക്ക് റെഡിന് വരുന്നതൊക്കെ ഉണ്ട്. ഇതിന്റെ പേരാണ് ഫിലോഡെൻഡ്രോൺ ഗോൾഡൻ. ഇത് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതുകൊണ്ടാണ് ഫിലോഡെൻഡ്രോൺ ഗോൾഡൻ എന്ന് പറയുന്നത്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പം നമ്മൾ തന്നെ ഒരു 1 ഇയർ ആകാറായി, പക്ഷെ ഇതൊന്ന് പുതിയ പ്ലാന്റ് ഇതുവരെ വന്നിട്ടില്ല. പുതിയ പ്ലാന്റിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം അതൊരു സ്ലോ ഗ്രോയിങ് പ്ലാന്റ് ആണ്. അത്യാവശ്യം മെയിൻ്റനൻസ് ഉള്ള പ്ലാന്റ് ആണിത്. കാരണം ഇതിന് ഹെവി സൺലൈറ്റ് വരാൻ പാടില്ല. ഇത് കണ്ടോ ബേൺ വന്നത്, ഇതുപോലെ ഒരു വലിയ ബേൺ വന്നൊരു ലീഫ് ഇതിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനെ നന്നായി കെയർ ചെയ്ത് സൺലൈറ്റ് ഇല്ലാണ്ട് ഷെയ്ഡിൽ വെച്ചിട്ടും വെള്ളം അധികം ആകാതെയും, പിന്നെ അതുപോലെ തന്നെ കുറച്ചതുപോലെ നമ്മൾ കൊക്കോ പീറ്റിൻ്റെ നോക്കിയിട്ടും അതിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഈർപ്പൊക്കെ വലിച്ചെടുത്തിട്ടൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന ഒരു പ്ലാന്റ് ആണിത്. അത്യാവശ്യം മെയിൻ്റനൻസ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് ഫിലോഡെൻഡ്രോൺ ഗോൾഡൻ. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇതിനിപ്പോൾ വളം കുറച്ച് കുറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന ലീഫൊക്കെ ഇതിനേക്കാൾ വലിയ ലീഫായിരുന്നു. അപ്പം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത്. അതുപോലെ ബിഗിനേഴ്സിന് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ആണ് ഫിലോഡെൻഡ്രോൺ ബേർലി മാക്സി. ബെർലി മാക്സി എന്നും പറയുന്നുണ്ട്, ബേർലി മാക്സി എന്നും പറയുന്നുണ്ട്, ബെർലി മാക്സിയ എന്നും പറയുന്നുണ്ട്. അത് ഓരോരോ കൺട്രിയിൽ ഓരോരോ പ്രൊനൗൺസിയേഷൻ ആണ്. ഫിലോഡെൻഡ്രോൺ ബെർലി മാക്സി എന്നാണ് നമ്മൾ മലയാളികൾ പൊതുവേ പറയാറുള്ളത്. ആ ഒരു പ്ലാന്റ് നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ കാണുന്ന ഒരു കോമൺ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിന് വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ല. എവിടെ നിന്ന് കട്ട് ചെയ്ത് കുഴിച്ചിട്ടാലും ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ ലീഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇതിനെ നമുക്ക് വെയിലത്ത് വേണമെങ്കിൽ വെയിലത്ത് വെക്കാം, തണലത്ത് വേണമെങ്കിൽ തണലത്ത് വെക്കാം. അതുപോലെ തന്നെ വെള്ളം കുറച്ച് കൂടി എന്ന് കരുതിയിട്ടൊന്നും പ്രശ്നമില്ല. പെട്ടെന്ന് തന്നെ നമുക്കൊരു പ്ലാന്റിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ തന്നെ ഇവിടെ വേറെ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണില്ല. ഇതാ, ഇത് രണ്ടും ബേർലി മാക്സി ആണ്. ഫിലോഡെൻഡ്രോൺ ബേർലി മാക്സി ആണ്. വെയിറ്റ് ഉണ്ട്, പൊക്കാൻ പറ്റുന്നില്ല. ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതാ കണ്ടോ, ഇതാണ് പ്ലാന്റ്.
ഫിലോഡെൻഡ്രോൺ ബേർലിമാക്സി. ഞാൻ അത്യാവശ്യം അറിയുന്ന പ്ലാന്റ് ആണ്, എന്തുകൊണ്ടാണ് കേട്ടോ അതിനെപ്പറ്റി പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാത്തത്. കാരണം കോമൺ പ്ലാന്റ് ആണത്. അതും ഫിലോഡെൻഡ്രോൺ വരുന്ന ഒരു വെറൈറ്റി ആണ്. നല്ല ഇൻഡോർ പ്ലാന്റും ആണ്, നല്ല ഔട്ട്ഡോർ പ്ലാന്റും ആണ്. പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഒരുപാട് കൊടുക്കേണ്ട, ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. പക്ഷെ നല്ല ബുഷി ആയിട്ട് നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്രോൺ ബേർലിമാക്സി. ഈ ഒരു പ്ലാന്റ് കണ്ടോ? ഈ പ്ലാന്റ് നമ്മുടെ ഇത് കാണുമ്പം നേരത്തെ കാണിച്ച ഫിലോഡെൻഡ്രോൺ ഗോൾഡനുമായിട്ട് ഫെമിലിയർ ആയിട്ട് തോന്നാം, സിമിലാരിറ്റീസ് തോന്നാം. പക്ഷെ ഈ ആ പ്ലാന്റ് അതല്ല. ഇത് ആക്ച്വലി ഫിലോഡെൻഡ്രോൺ ലെമൺ ലൈം ആണ്. അതിന്റെ പേര് നിങ്ങൾക്ക് ലീഫ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിണ്ടാവും അല്ലേ? നമ്മുടെ ലെമണിന്റെ ആ ഒരു ലൈമിന്റെ ഒക്കെ കളറാണല്ലോ ഇതിന്റെ ലീഫ് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത്. ഫിലോഡെൻഡ്രോൺ ലെമൺ ലൈം എന്നാണ് പ്ലാന്റിന്റെ പേര്. അതിന് പെട്ടെന്ന് ഉണ്ടാകുന്ന പ്ലാന്റ് ആണോ എന്ന് വെച്ചാൽ ഇത് വലിയ പോട്ടിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവും. അത് യൂഷ്വലി ചില പ്ലാന്റുകൾ അങ്ങനെയാണ്. ഇതിന് നമുക്ക് ഒരുവിധം സൺലൈറ്റ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. നമ്മൾ നല്ല സൺലൈറ്റിൽ വെക്കുന്ന സമയത്ത്, അതായത് ഡയറക്റ്റ് ഭയങ്കര ഹെവി ഉച്ച സമയത്ത് ഷെയ്ഡുകളൊന്നും ഇല്ലാത്ത ഹെവി സൺലൈറ്റ് അല്ല കേട്ടോ, അല്ലാതെ നമ്മുടെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റും. എന്തിൻ്റെയൊക്കെ ഷെയ്ഡൊക്കെ ചെറിയ ഷെയ്ഡ് ആയാലും മതി. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വെക്കുമ്പോൾ നല്ല ലെമൺ ലൈം കളർ തന്നെയാണ് ഇതിനുണ്ടാവുക. ഈ ഗ്രീനിഷ് ഷെയ്ഡ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ ഉള്ളിൽ വെക്കുന്നതുകൊണ്ടാണ് ഇതിന് ഈ കളറൊക്കെ നല്ല ഡാർക്ക് ഗ്രീനിൽ കാണുന്നത്. ഈ പ്ലാന്റിന്റെ പേരാണ് ഫിലോഡെൻഡ്രോൺ ലെമൺ ലൈം എന്നാണ് പേര്. ലെമൺ ലൈം, ലൈമിന്റെ കളർ അല്ലേ, അതുകൊണ്ടാണ്. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റെമ്മ് വരുന്നത്. നിങ്ങൾക്കത് കാണാമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റെമ്മ് വരുന്നത്. ഇതിലുള്ള പോട്ടിംഗ് മിക്സ് എൻ്റെത് മെജോറിറ്റിയും കോക്കോപീറ്റും അതുപോലെ തന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഫെർട്ടിലൈസേഴ്സിന്റെ കൂടെയൊക്കെ നമ്മുടെ ഈ പ്ലാവിന്റെ ഇലയൊക്കെ കൂടെ കമ്പോസ്റ്റ് ആയത് കുറച്ചിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ബനാനയുടെ തോല് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. കാണിക്കാൻ പോകുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതായത് ഫിലോഡെൻഡ്രോൺ സാൻഡു എന്നും പറയുന്നുണ്ട്, ഫിലോഡെൻഡ്രോൺ സെനാബു എന്നും പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇതിന്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ലീഫാട്ടോ. എന്റെ കയ്യിൽ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് കട്ടിങ് ആയിട്ടുള്ള വേറൊരു പ്ലാന്റും കൂടെ ഉണ്ട്. പക്ഷെ താഴെ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പൊക്കിക്കൊണ്ടുവരാൻ മടിയായിട്ട് ഞാൻ താഴെ തന്നെ വെച്ചതാ. അത് ഞാനൊരു വീഡിയോയിൽ കാണിക്കാം. ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് ഈ പ്ലാന്റ്. ഇതിന്റെ പേരാണ് ഫിലോഡെൻഡ്രോൺ സാൻഡു. ഇതും ഇപ്പൊ 1 year ആയി. ഈ 1 year ആയിട്ട് ഇപ്പോഴാണ് അതിന് പുതിയ പ്ലാന്റ് വരുന്നത്. കണ്ടോ? ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ആക്കാനുള്ളതാണ്. നല്ല ഭംഗിയുള്ള ലീവ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഹോട്ടലുകളിലാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഒരു കോമൺ പ്ലാന്റ് ആയിട്ടുണ്ട് ഈ ഫിലോഡെൻഡ്രോൺ സാൻഡു. ക്ലിയർ അല്ലേ? ഇതാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വരുന്നത്. ചെറിയ കുഞ്ഞു ലീഫാണ്. ഇത് നമുക്ക് പുതിയ പ്ലാന്റ് ഇങ്ങനെ തന്നെ ഇതിന്ന് വരും. അത് കട്ട് ചെയ്തിട്ട് വേറെ കുഴിച്ചിട്ടാൽ മതി. ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്യേണ്ടത് ഇതിന് പുതിയതായിട്ട് പ്ലാന്റ് വരുന്നുണ്ട്. അത് കട്ട് ചെയ്ത് കുഴിച്ചിട്ടാലും മതി. പിന്നെ ആസ് യൂഷ്വൽ അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. ഓവർ വാട്ടറിങ് വേണ്ടാന്നുള്ളതേ ഉള്ളൂ. എപ്പോഴെങ്കിലും നമ്മളെ വാട്ടറിങ് കൂടുതലാണെങ്കിൽ അതിന് ടിഷ്യൂ പേപ്പർ ചുരുട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ആ പേപ്പർ എടുത്ത് ഒഴിവാക്കിയാൽ മതി. കുറേയൊക്കെ അത് അബ്സോർബ് ചെയ്യും കേട്ടോ. അതുപോലെ പോട്ടിംഗ് മിക്സ് എല്ലാവരും കൊക്കോപീറ്റ് സജസ്റ്റ് ചെയ്യുമെങ്കിലും കൊക്കോപീറ്റ് മാക്സിമം ക്വാണ്ടിറ്റി 50-50 ആക്കണം, കൊക്കോപീറ്റും മണ്ണും. അല്ലെങ്കിൽ കൊക്കോപീറ്റ് കുറച്ചും കൂടെ കുറച്ചിട്ട് 3/4 ഭാഗം മണ്ണാക്കണം. മുകളിൽ വയ്ക്കുമ്പോൾ കൊക്കോപീറ്റാണ് ശരിക്കും നമുക്ക് സുഖം. കാരണം വാട്ടറിങ്ങിന് അതാണ് സുഖം. നമുക്ക് വൺസ് വാട്ടർ ചെയ്താൽ ഒരുപാട് കാലം വാട്ടർ ചെയ്യണ്ട. ഞാൻ ആക്ച്വലി കൊക്കോപീറ്റിനെയാണ് അധികം ഇവിടെ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്, മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ വാട്ടറിങ് ഞാൻ ശ്രദ്ധിച്ചാണ് വാട്ടർ ചെയ്യാറുള്ളത്. കുറേ പേര് പറഞ്ഞു കൊക്കോപീറ്റ് കൂടുതൽ യൂസ് ചെയ്തിട്ട് ചീഞ്ഞു പോകുന്നുണ്ട് വേരെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. പക്ഷെ കൊക്കോപീറ്റ് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് പ്രശ്നമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ ഒരാൾ തന്നെയാണ് വെള്ളം ഒഴിക്കുന്നതെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അത് നമുക്ക് ഏകദേശം അറിയാമല്ലോ. നമ്മൾ ഇന്ന ദിവസമാണ് വെള്ളം ഒഴിച്ചത്, ഇത്ര വെള്ളം ഒഴിച്ചു എന്നുള്ളത്. ആളുകൾ മാറി ഒഴിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. കാരണം എത്ര ഓൾറെഡി വെള്ളം ഒഴിക്കുന്ന ആൾക്കും അറിയില്ല. പ്ലാന്റിലാണെങ്കിൽ ഓവർ വാട്ടറിങ് ആവുകയും ചെയ്യും. ഈ പറയുന്ന ഓരോന്നും ടിപ്സ് ആണ് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ഫിലോഡെൻഡ്രോൺ വെറൈറ്റി, നമ്മുടെ കേരളത്തിലെ ലാസ്റ്റ് ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ഒരാളും കൂടി ഉണ്ട്. താഴെയാണ്. ഞാനൊരു ചെറിയൊരു ഷോർട്ട്സ് ആയിട്ട് ചെയ്യാം, അതായിരിക്കും നന്നാവുക. ഇനി നമ്മുടെ ലാസ്റ്റ് വെറൈറ്റിയാണ് ബിർക്കിൻ. ഫിലോഡെൻഡ്രോൺ ബിർക്കിനെയാണ് കാണിക്കുന്നത്. എൻ്റെ ബിർക്കിന് ഭയങ്കര ഷെയ്ഡുകളും വരകളൊന്നും ഇല്ലാത്തൊരു പാവാണ് കേട്ടോ.
ശരിക്കും നല്ല ഷെയ്ഡുകൾ ഉണ്ടായിരിക്കും. അത് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് സൺലൈറ്റ് കൊള്ളിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ കംപ്ലീറ്റ്ലി ഗ്രീൻ ആയി പോകും. ഞാൻ അവിടെ കാണിക്കാം. ഇതാണ് ഫിലോഡെൻഡ്രോൺ ബിർക്കിൻ. ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടയ്ക്ക് നമ്മൾ സെമി ഷെയ്ഡിൽ വെച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ ഈ വരകളൊക്കെ അങ്ങ് തെളിഞ്ഞ് വരുള്ളൂ. ശരിക്കും ഒരു കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കളറുകളുള്ള ലീഫുള്ള പ്ലാന്റ് എഗ്ലോണിമ ഒഴികെ അധികം പ്ലാന്റ്സിന് അത്യാവശ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസോ ഒക്കെ ഒന്ന് സൺലൈറ്റ് കാണിക്കുന്നത് നല്ലതാണ്. ഹെവി സൺലൈറ്റ് അല്ലെങ്കിലും കണ്ടോ, ഇതാണ് ബിർക്കിൻ. ഫിലോഡെൻഡ്രോൺ ബിർക്കിൻ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര്. ഇതിനിവിടെ ലീഫിൽ കണ്ടോ ഇങ്ങനെ ഒരു ജസ്റ്റ് വരകളൊക്കെ കണ്ടോ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് വെയിൽ കൊള്ളിക്കാത്തതുകൊണ്ടാണ് ഈ വരകളൊന്നും കുറഞ്ഞു പോയത്. നമുക്ക് ഒരു വെയിലൊക്കെ കൊള്ളിച്ച് റെഡിയാക്കി എടുക്കണം. പുതിയ പ്ലാന്റ് നിന്ന് തന്നെ വരുന്നുണ്ട്, അത് കട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് നട്ടാൽ മതി. ആസ് യൂഷ്വൽ ഒരുപാട് വാട്ടറിങ് വേണ്ട, ഇതും ടൈം എടുക്കും കേട്ടോ. ഇന്ന് പുതിയ പ്ലാന്റ് വരാൻ ഈ പറഞ്ഞ പോലെ ഒരു 6-7 months വന്നിട്ടുണ്ട്, എന്നിട്ടാണ് ഒരു പുതിയ പ്ലാന്റ് വന്നത്. ഇത്രയാണ് നമ്മുടെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് ഉള്ളത്. ഞാൻ അത് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കി മോൺസ്റ്റർ അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് ആണ് ഉള്ളത്.